Hey, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോൾ ഇന്നത്തെ തുടക്കം, ഇന്നത്തെ രാത്രിയുടെ തുടക്കം ഒരു നന്ദി പറച്ചിലൂടെയായിരുന്നു. ഇത്രയും നാളും പറയാത്ത രീതിയിൽ, ഇത്രയും നാളും കേൾക്കാത്ത രീതിയിൽ, ഇത്രയും നാളും അറിയാത്ത രീതിയിലുള്ള ഒരു നന്ദി പറച്ചിൽ. ശരിക്കും നമ്മൾ ഇങ്ങനെ ഓരോ ദിവസവും പറയേണ്ടത് നമ്മൾക്കും നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്കും ഒരുപാട് നന്മകൾ കിട്ടുന്നതായിരിക്കും. പല ആളുകളും നന്ദി പറയാൻ മറന്നു പോകാറുണ്ട്. പക്ഷെ ആപത്ത് സമയത്ത് ദൈവമേ രക്ഷിക്കണേ, എന്നെ ശിക്ഷിക്കുന്നത് എന്ന് അറിയാതെ പറഞ്ഞു പോകും. നമ്മളിൽ എല്ലാവരും അങ്ങനെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. മനസ്സിന് വളരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ, വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ ഞാൻ വളരെ സന്തോഷിച്ചു. ആദ്യം ഒന്ന് സ്റ്റക്കായി. പിന്നെ ഒരു നിമിഷം ഞാൻ അവെയറായി, ഞാനൊന്ന് സന്തോഷിച്ചു. പെട്ടെന്ന് എല്ലാവരും ഓർക്കും, ബുദ്ധിമുട്ട് വന്നപ്പോ സന്തോഷിക്കാന്ന്. ശരിക്കും ഞാൻ സന്തോഷിച്ചു, വളരെ സന്തോഷിച്ചു. ഞാൻ ആ സന്തോഷിച്ചതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ഓർക്കുന്നത് കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഞാൻ അപ്പോൾ സ്നേഹിക്കും. എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴേലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ പടച്ചോനെ, എന്റെ ദൈവമേ, എന്നെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തണേന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ പടച്ചോനെ, ദൈവമേ, കർത്താവേ എന്നൊക്കെ വിളിക്കാറ്. കൂടുതലും എന്നെ രക്ഷിക്കണേ, എന്റെ തെറ്റുകൾ പൊറുക്കണേ, എനിക്കത് സഹായം ചെയ്തു തരണേ, ഈ സഹായം ചെയ്തു തരണേ എന്നൊക്കെ നമ്മളിങ്ങനെ വാതാരോധ നിമിഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. സങ്കടപ്പെട്ട് അലറി വിളിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ എപ്പോഴും ഹാപ്പി ആണെങ്കിലും നമ്മൾ ദൈവത്തെ ഓർക്കുമോ? ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കി. ഓർക്കില്ല. അതുകൊണ്ടാണ് ഈ കയറ്റവും താഴ്ചയും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ മറന്ന് വല്ലാതെ ജീവിച്ചു പോകും. ഇങ്ങോട്ട് താഴേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നോർക്കും, പഠിച്ചോനെ, ഞാൻ ഇന്ന് പ്രെയർ ചെയ്തില്ല, അല്ലെങ്കിൽ ഞാൻ നമസ്കരിച്ചില്ല, ഞാൻ ഇന്ന് ദൈവത്തെ വിളിച്ചില്ല, ഞാൻ ചെയ്ത തെറ്റാണ്, ദൈവം അവനെ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ ഓർക്കുക എത്ര പേരുണ്ട്? ശരിക്കും നമുക്കറിയില്ല. ഇത്ര നാളും എനിക്കും അറിയില്ലായിരുന്നു. കുറച്ചു നാൾ മുമ്പാണ് എനിക്ക് മനസ്സിലായത്, ആപത്ത് വരുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ദൈവത്തെ ഒന്നുകൂടി അറിയാൻ, ദൈവത്തിലേക്ക് ഒന്നുകൂടി അടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഇന്നു മുതൽ പരീക്ഷകൾ കിട്ടുമ്പോൾ ഓർക്കണം, ദൈവത്തിലേക്ക് എന്നെ അടുപ്പിക്കാൻ വേണ്ടി ദൈവം കാണിക്കുന്ന ഒരു ചെറിയൊരു കുസൃതിയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. റിമൈൻഡർ മെസ്സേജ്, ജോയിൻ നൗ, ടൈം 5 മിനിറ്റ് ടൈം ആയി. മെസ്സേജ്, റിമൈൻഡർ മെസ്സേജ് ഇല്ലേ, ആ റിമൈൻഡർ തന്നെയാണ് ദൈവം നമുക്ക് തരുന്ന പരീക്ഷണങ്ങൾ. ആ പരീക്ഷണം വരുന്ന ഓരോ നിമിഷവും, നമ്മൾ സഫർ ചെയ്യുന്ന ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ടത് ഇത് റിമൈൻഡർ മെസ്സേജ് ആണ്. മനസ്സിലായി? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൈൻഡർ മെസ്സേജ് തന്നാൽ നല്ലതായിരിക്കും. ഞാൻ നന്നായതിന്, അങ്ങനെ ഞാൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ നന്നായിക്കൊള്ളുക. ആ റിമൈൻഡർ മെസ്സേജ് വരുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് നന്നാവാൻ കിട്ടുന്ന ഓരോ അവസരമായി കാണുക. ഓക്കെ, നമുക്കിന്ന് സന്തോഷത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ ഹാപ്പിയാണോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാറ് ചോദ്യമാണ്. ഇന്നും അങ്ങനെ തന്നെ തുടങ്ങാം. ശരിക്കും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വെച്ചാൽ ഒരു എത്ര നൂറ്റാണ്ടെന്നൊക്കെ പറയേണ്ടി വരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു ശാസ്ത്രജ്ഞൻ വില്യം ജെയിംസ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം ഒരു വലിയൊരു കണ്ടുപിടുത്തം നടത്തി. വലിയൊരു കണ്ടുപിടുത്തത്തിന് അവസാനം വന്നത് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ്. ശരിക്കും ആളുകളുടെ മനസ്സിനെ കുറിച്ചുള്ള കണ്ടെത്തലിലാണ് അദ്ദേഹം ഹാപ്പി ആയത് എൻഡ് ചെയ്തത്. സന്തോഷം എവിടെ നിന്നാ കിട്ടുന്നേ? അപ്പുറത്തെ മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ലുലുവിലൊക്കെ പോയാൽ കുറച്ച് സന്തോഷം കിട്ടുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ പാർക്കിലും ബീച്ചിലും ഒക്കെ പോയ സന്തോഷം കിട്ടുമായിരിക്കും അല്ലേ? ശരിക്കും എവിടുന്നാ മക്കളെ ഈ സന്തോഷം കിട്ടുന്നത്? ആരെ സന്തോഷം കൊണ്ടുതരുന്നത്? അത് ദൈവം തമ്പുരാൻ കൊണ്ടുതരുന്ന സന്തോഷം. ദൈവം തമ്പുരാൻ കൊണ്ടുതരുന്നതാണ് സന്തോഷം. സന്തോഷം എവിടെ നിന്നാ വരുന്നത്? അത് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലേ?
ശരിക്കും ഈ സന്തോഷം വരുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്നാണ്. ഞാൻ സന്തോഷിക്കണോ, സങ്കടപ്പെടണോ, ടെൻഷൻ അടിക്കണോ, ഡിപ്രസ്ഡ് ആകണോ, ഏത് കണ്ടീഷനിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾ ഉറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമുക്ക് അസുഖം വരണം തീരുമാനിക്കുന്നത് നമ്മളാണ്. മാനസിക ബുദ്ധിമുട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നത് നമ്മളാണ്. അപ്പം ഇതിന്റെ എല്ലാം കാരണക്കാര് നമ്മളാണ്. നമ്മൾ ഇന്ന് മുതൽ സന്തോഷിക്കണം എന്നൊരു തീരുമാനം എടുക്കുക. ഇന്ന് മുതൽ ഞാൻ സന്തോഷിക്കും. സന്തോഷിക്കാനുള്ള അവസരം കണ്ടെത്തും. സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയം നമ്മൾ എടുക്കുക. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം. നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ദൈവത്തോട് നന്ദി പറയുക. ഈ രാവിലെ നമ്മൾ ഉണർന്നത് മുതൽ ഈ നിമിഷം വരെ നമ്മളെ ഒരു ആപത്തും ഇല്ലാതെ നമുക്ക് രക്ഷിച്ച ദൈവത്തിനോട് ഒന്ന് സ്തുതിക്കുക. ദൈവത്തെ ഒന്ന് അറിയുക, ഒന്ന് തൊട്ടറിയാൻ ശ്രമിക്കുക. പെട്ടെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇങ്ങനെ തൊട്ട് 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 തൊട്ടേ നമുക്കൊന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് സ്തുതിക്കുക ദൈവത്തെ. എന്നിട്ട് ഈ ഒരു നിമിഷം നന്ദിയുള്ളവനായിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ രാവിലെ മുതൽ പല കാര്യങ്ങൾക്കായി പലരും നമ്മളെ സഹായിച്ചിട്ടുണ്ടാകാം. നമ്മളുടെ വീട്ടിലെ വേലക്കാരെ സഹായിച്ചിട്ടുണ്ടാകും, നമ്മുടെ ഭർത്താവ് സഹായിച്ചിട്ടുണ്ടാകും, നമ്മുടെ മക്കളെ സഹായിച്ചിട്ടുണ്ടാകാം, ഭാര്യ സഹായിച്ചിട്ടുണ്ടാകാം, മക്കള് സഹായിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ഒരുപാട് ആളുകള് ഈ ഒരു ദിവസം ഇന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള സമയം നമ്മളെ സഹായിച്ചിട്ടുണ്ടാകാം. അവർക്ക് ഓരോരുത്തർക്കും നമ്മൾ നന്ദി പറയുക. നമ്മൾ ഏത് രീതിയിലാണോ അവർ നമ്മളെ സഹായിച്ചത് നന്ദി പറയുക മനസ്സിൽ. അതിനുശേഷം സമാധാനമായി കിടന്നുറങ്ങുക. സമാധാനത്തോടെ റിലാക്സ് ആയിട്ട് നമുക്ക് ഉറങ്ങാൻ കഴിയും. വല്ലാത്തൊരു സുഖമായിരിക്കും. ഒരു ഒരു കർഷകൻ അമേരിക്കയിൽ തന്നെ ഉള്ള ഒരു കർഷകനാണ്. അപ്പൊ അമേരിക്ക എല്ലാവർക്കും നല്ലൊരു ത്രില്ലാണ്. അതുകൊണ്ടാണ് അമേരിക്കനെ യൂസ് ചെയ്യുന്നത്. കർഷകൻ വല്ലാത്ത വിജയമാണ് അയാൾക്ക്. വിജയം എന്ന് വെച്ചാല് നട്ടാൽ പൊന്നു കൊയ്യും. അതുപോലൊരു കർഷകനാണ്. പൊന്നു മാത്രം വിളയിക്കുന്ന ഒരു കർഷകൻ. നമ്മുടെ സ്വപ്നത്തിലുള്ള കഥകളിലുള്ള കർഷകൻ. പക്ഷെ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. ഈ ഒരു കർഷകൻ വളരെ ഹാപ്പിയാണ്. അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനായിട്ട് കുറച്ച് ആളുകൾ അദ്ദേഹത്തെ കാണാൻ ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എന്റെ സന്തോഷത്തിന് വലിയൊരു രഹസ്യമുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. അതെന്തെന്ന് വെച്ചാല്, ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ദൈവത്തിനും എന്റെ ഭാര്യയ്ക്കും എന്നെ സഹായിച്ച കന്നുകാലികൾക്കും എനിക്ക് നല്ല വിളവ് തന്ന ആ പുല്ലുകൾക്ക് പോലും നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. എന്ത് മനുഷ്യനറബേ, ആലോചിച്ച് നോക്കി. ആ പുല്ലുകൾക്ക് പോലും നന്ദി പറഞ്ഞിട്ടാണ് അദ്ദേഹം കിടക്കാറുള്ളത്. നമ്മൾ എത്ര നന്ദി കെട്ട ആൾക്കാരെ. രാവിലെ പോലെ ആരൊക്കെ നമ്മളെ സഹായിച്ചു, എത്ര രാവും പകലും കടന്നുപോയി. നന്ദി പറയാൻ നമുക്ക് ക്ഷയമാണ്. അപ്പം നന്ദി പറഞ്ഞാൽ കുറഞ്ഞു പോവല്ലോ. പക്ഷെ നന്ദി പറയുന്നവർക്ക് നിധി കിട്ടുന്നതിന് തുല്യമാണ്. അത്ര ബ്ലെസ്സിങ്സ് ആണ് നന്ദി പറയുന്നവർക്ക്. വെറുതെ ഒരു നന്ദി ഡയറക്റ്റ് പറയണ്ട, ക്ഷയമാകാൻ വേണ്ടി സെൽഫിൽ പറഞ്ഞാൽ മതി, ആരും കേൾക്കാതെ. നന്ദി കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ സെൽഫിൽ പറഞ്ഞാൽ മതി. ഇത് ബാക്കിയുള്ളവർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അദ്ദേഹം കിടന്നുറങ്ങും. രാവിലെ എണീറ്റതിന് ശേഷം വീണ്ടും അദ്ദേഹം നന്ദിയിലൂടെയാണ് തുടങ്ങുന്നത്. ഈ ഒരു രാത്രി നല്ല സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞതിനും നല്ല സ്വപ്നങ്ങൾ കണ്ടു. രാത്രി ഉറങ്ങി ഉണരുക എന്ന് വെച്ചാൽ പാതി മരണമെന്നാണ്. അപ്പൊ പുതിയ ജന്മം പോലെയാണ് ഓരോ പകലും നമ്മൾ ഉണരുന്നത്. എത്ര പേര് ഇതിന് നന്ദി പറഞ്ഞു ഉണരുന്നുണ്ട്. നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാതം നമ്മൾ നന്ദിയിൽ തുടങ്ങുക. ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഒരുപാട് പേര് കർത്താവിനെ വരച്ചിട്ടും അതുപോലെ പ്രാർത്ഥിച്ചിട്ടും ഒക്കെ ആ ഒരു കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ പലതരം പ്രാർത്ഥനകൾ ചൊല്ലിയിട്ടാണ് കിടക്കുന്നത്.
ഇതുപോലെ എണീക്കുമ്പോഴാ കിടക്കയിൽ നിന്ന് തന്നെ പല പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടാണ് എണീക്കുന്നത്. പലരും പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനകളുടെ അർത്ഥം അറിയാതെയാണ്. കടികെട്ടാത്ത വാക്കുകളും അർത്ഥങ്ങളും തേടി നിങ്ങൾ പോകണ്ട. നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ പറഞ്ഞു കിടക്കുക. ഉണരുമ്പോഴും അതുപോലെ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ മാതന വഇലൈഹിൻ നുശൂർ. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. പ്രാർത്ഥന ചൊല്ലി രാത്രി കിടക്കാൻ നേരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിസ്ത്യൻസ് ഹഗ് ചെയ്തിട്ട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതി ചൊല്ലിയാണ് കിടക്കുന്നത്. ആ സ്തുതി ചൊല്ലുന്നത് എന്തിനാണ്? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം പങ്കുവെക്കലാണ്. വൈകിട്ട് നാമം ചൊല്ലും. ഈ വൈകിട്ട് രാത്രി സന്ധ്യാസമയത്ത് നാമം ചൊല്ലുന്നത് എന്തിനാണ്? ദൈവത്തോടുള്ള നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ എപ്പോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ രീതികളിലൊക്കെ? ജോലി തീർക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയോ. ചെയ്തു കൂട്ടുകയാണ്. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ഇത് കേൾക്കുന്ന ഓരോ ആളുകളും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുക. മതമോ ജാതിയോ ഒന്നും ഞാൻ പറയുന്നില്ല. മനുഷ്യർ, ഓരോ മനുഷ്യരും അവർ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചത്തെ ഹൃദയത്തിൽ തൊട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, ഭയപ്പെട്ട് ആരും ദൈവത്തെ വിളിക്കണ്ട. നമ്മളെ ഭയപ്പെടുത്തുന്ന ഭീകരനാണോ അല്ല ദൈവം? ആണോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവമേ കാത്തോണേ, അല്ലാ കാത്തോടെ, കർത്താവെ എന്നെ രക്ഷിക്കണേ, കർത്താവെ കാത്തോടെ എന്നെ ശിക്ഷിക്കല്ലേ എന്ന് പറഞ്ഞ് പേടിക്കുന്ന ആളുകളുണ്ട്. ഭയങ്കര ഭയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ സ്നേഹത്തോടെ, സ്നേഹത്തോടെ എത്ര പേര് വിളിക്കുന്നുണ്ട്? എന്റെ ദൈവമേ, യാ റബ്ബി, എന്റെ കർത്താവേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മൾ എപ്പോഴും പ്രാർത്ഥനകൾ സ്നേഹത്തോടെ തന്നെ വിളിക്കുക. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ആ ഒരു സ്നേഹത്തോടെ തന്നെ പറയുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് പറയുന്നതും രാവിലെ നമ്മൾ എണീറ്റ ഉടനെ നമ്മുടെ ബെഡിൽ ഇരുന്ന് പറയുന്ന കാര്യങ്ങളും അത്ര സ്നേഹത്തോടെ, നമുക്ക് വേണ്ടി, നമ്മുടെ ഹൃദയത്തിന്റെ സന്തോഷത്തിന് വേണ്ടി. ഇങ്ങനെ ഒരു 100 ഡേയ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 101 ദിവസം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്ന് കൈ ആക്കിയാൽ തന്നെ അതിനകത്ത് എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. ഒന്ന് വിളിച്ചിട്ടൊന്ന് കിടന്നാലും അതിനകത്ത് എല്ലാ പ്രാർത്ഥനകളും, എല്ലാ നന്ദിയും വരും. ജീവിതം വളരെ മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ പോലും പറയാതെ ചെറിയൊരു കാര്യം, ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി ജീവിതത്തിൽ ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട്. എന്ത് രസാണല്ലേ? ഇപ്പൊ നോക്കിയേ, ആരാണ് ഹാപ്പിനെസിന് കാരണം? നമ്മൾ അങ്ങോട്ട് നന്ദി ചെയ്താലേ നമുക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ബൈബിളിലും ഖുറാനിലും ഗീതയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. ബൈബിളിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്, നീ നന്ദിയുള്ളവനാണെങ്കിൽ നിനക്ക് ഞാൻ നൽകിക്കൊണ്ടേയിരിക്കും. നീ നന്ദി കെട്ടവനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ദുരിതങ്ങൾ തന്നുകൊണ്ട് നിന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇന്നു മുതൽ നമ്മൾ നന്ദിയുള്ളവരായി തന്നെ ജീവിക്കാൻ പഠിക്കുക. നമ്മളുടെ ഓരോ ദിവസവും, ഓരോ നിമിഷവും നന്ദിയുടെ പ്രവാഹത്തിൽ തന്നെ ഒഴുകിപ്പോകുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ കഴിയും. ഒരു സെക്കൻഡ്. നമ്മൾ പല രീതിയിലുള്ള ഹാപ്പിനെസ്സിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. നമ്മൾ ആഗ്രഹിച്ച ഒരു പയ്യനെ കല്യാണം കഴിക്കുന്ന സമയം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്ന സമയം, അതല്ലെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്വർണ്ണമാല കിട്ടുന്ന സമയം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാറ് വാങ്ങുന്ന സമയം ഭയങ്കര ഹാപ്പി ആയിരിക്കും. ആ ഹാപ്പിനെസ് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിൽ നമ്മൾ എത്ര ഹാപ്പിനെസ്, എത്ര ഹാപ്പി ആയിട്ടിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ആ ഹാപ്പിനെസിന്റെ ദൈർഘ്യം കുറവാണ്. അത് എന്തുകൊണ്ടാണ്? അത് താൽക്കാലികമായിട്ടുള്ള ഹാപ്പിനെസ് ആണ്. പെർമനന്റ് ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുമ്പോഴത്തേക്ക് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. അതിലും ഡീപ്പായിട്ട് പറയുന്നത് ഹേർട്ട്ഫുൾനെസ് എന്ന് പറയും. അതിലും ഡീപ്പായിട്ടാണെങ്കിൽ സോൾഫുൾനെസ് എന്ന് പറയും. ശരിക്കും നമ്മളുടെ ഹൃദയത്തെ തൊട്ടറിയാന്, നമ്മുടെ ആത്മാവിനെ തൊട്ടറിയാനുള്ള ശക്തിയൊന്നും മനുഷ്യർക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ വഴികൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ചിലര് ഇത് കേൾക്കുമ്പോൾ ഓർക്കുമായിരിക്കും, എന്റെ സമയമൊക്കെ കഴിഞ്ഞ്, എനിക്കിപ്പോ 10-60 വയസ്സായി, ഞാൻ എന്ത് ചെയ്യാനാ, ഇനി കുറച്ചുനാൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകണമല്ലോ. ആയിട്ടില്ല. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏജ് ജസ്റ്റ് നമ്പർ മാത്രമാണ്. ഫഹദ് ഫാസിലും നസ്രിയയും കല്യാണം കഴിച്ച സമയത്ത് 12 വയസ്സിന്റെ 21 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പലരും വന്ന് ചോദിച്ച സമയത്ത് നസ്രിയ പറഞ്ഞൊരു കാര്യമാണ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അവരുടെ ഹാപ്പിനെസ് അതായതുകൊണ്ട് അവരത് ചൂസ് ചെയ്തു. അത് വേറെ ആരും ഇടപെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വാക്കിൽ പറഞ്ഞു, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ, നോ മോർ ക്വസ്റ്റ്യൻസ്. അതുപോലെ നമ്മൾ നമ്മളോട് പറയേണ്ട ഒരു കാര്യമാണ്, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ഇനിയും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഫേസ് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം നമ്മളെ നോക്കി ചിരിച്ചു കാണിക്കും. അതല്ല, നമ്മൾ റൂഡായിട്ടിരിക്കും, ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഇരിക്കുകയാണ്, എത്ര പേര് അവിടെ ഇരിക്കുന്ന ഇരിപ്പ് നോക്ക്, എന്ത് ദേഷ്യത്തിലായിരിക്കുന്നത്, ഒന്ന് ചിരിച്ചുകൂടെ, എന്ത് മുഖമാണത്. നമ്മൾ തന്നെ പലരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാവും. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ആ ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളെ നമ്മളൊന്ന് നോക്കി ഒന്ന് ചെറിയൊരു പുഞ്ചിരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ദേഷ്യം കാണിക്കുവര്, തിരിച്ച് ചിരിക്കുക തന്നെ ചെയ്യും. നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പോയി ചിരിച്ചു കാണിക്കുകയാണെങ്കിൽ തിരിച്ചു തരും. അതല്ലെങ്കിൽ ഒരു ഹായ് പറയാണ്, ഒരു സലാം പറയാണ്, ആ നമസ്കാരം പറയാണ്, തീർച്ചയായിട്ടും അവർ അതിന് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത്. എന്നാലോചിച്ച് നോക്കി. ശരിക്കും പിണക്കങ്ങൾ കൊണ്ട് നടക്കുന്നതും മനസ്സിൽ ദേഷ്യം കൊണ്ട് നടക്കുന്നതും ഒരു വലിയ ഭാരം, ഒരു വലിയ കല്ല്, പൊട്ടിക്കാൻ പറ്റാത്തത്രയും വലിപ്പത്തിലുള്ള ഒരു പാറക്കല്ല് ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതിന് തുല്യമാണ്. ആ പാറക്കല്ല് പൊട്ടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ദേഷ്യമുള്ള ആളുകളോട് വെറുതെ നന്ദി പറഞ്ഞോളൂ. മനസ്സിൽ നേരിട്ട് പോകുന്ന ഈഗോ തൊട്ടു നേരിട്ട് പോയിട്ട്, ആ നീ അന്നൊക്കെ എനിക്ക് നല്ല ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട്, ശരിക്ക് അന്നത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ സംഭവിച്ചു, എന്നാലും നീ ചെയ്ത ഉപകാരങ്ങളൊക്കെ എനിക്ക് വലിയ ഉപകാരങ്ങളായിരുന്നു, നേരിട്ട് നന്ദി പറഞ്ഞാൽ ഈഗോ തട്ടും. നേരിട്ട് പറയത്തില്ല. നേരിട്ട് പറയണ്ട. മനസ്സിൽ നിങ്ങളോട് തന്നെ പറയുക. നിങ്ങളുടെ ആത്മാവിനോട്, നിങ്ങളുടെ ഹൃദയത്തിനോട് നിങ്ങൾ പറയുക, നന്ദി പറയുക. ഓരോ ബ്ലെസ്സിങ്സും നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പോലും അറിയാം, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുഗ്രഹങ്ങൾ പാറിപ്പറന്ന് നമ്മളിലേക്ക് വരും, ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ബ്ലെസ്സിങ്സ് ഒക്കെ. അതൊക്കെ സ്വീകരിച്ച് പോക്കിലിട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇന്നു മുതൽ ഇത് നല്ലൊരു ടാസ്ക്കാണ്, നല്ലൊരു ടൂളാണ് ആക്ച്വലി ഇത്. ഇന്നു മുതൽ നന്ദിയുള്ളവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പ്രാക്ടീസ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ആ ബുദ്ധിമുട്ടുകൾ പതിയെ നീങ്ങും, ഇല്ലാതായി പോകും. നിങ്ങൾ പോലും ഒരു റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല, ഒരു സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. രാവിലെ വൈകിട്ടും ഇതേപോലെ ചെയ്തു പോയാൽ മാത്രം മതി. ആ ദിവസം തന്നെ മനോഹരമായിരിക്കും. പിന്നെ അതുപോലെ രണ്ടാമതൊരു കാര്യം കൂടി പറയാം. മൂന്നാമത്, ഒന്ന് രാവിലെ ഒന്ന് വൈകിട്ട് ചെയ്യേണ്ട കാര്യം, മൂന്നാമതൊരു കാര്യം കൂടി പറയാം. ശരിക്കും നമ്മൾ രാവിലെ എണീക്കുന്ന സമയം ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നതിന് ശേഷം പല ആളുകളും എണീക്കുന്നത്, മൊത്തം ഇന്നത്തെ എന്തൊക്കെ പണിയാണോ, ഇന്നത്തെ കാര്യം പോയി, എന്ത് ചെയ്യും, ആ ജോലിക്ക് പോകണോ, അത് പോകണം, ഇത് പോകണം എന്ന് പറഞ്ഞ് വളരെ ഹരിബരിയായിട്ട് ചാടി എണീറ്റ് ജോലിയൊക്കെ ഒതുക്കിയിട്ട് വേഗം ഓഫീസിൽ പോകും. ജോലി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ബാക്കി ജോലികളൊക്കെ ചെയ്തു പോകും. ശരിക്കും നമ്മളുടെ ദിവസങ്ങൾ നമ്മൾ നന്ദിയിൽ തുടങ്ങുന്നതോടൊപ്പം നമ്മൾ മനസ്സിൽ വിചാരിക്കുക,
എന്റെ ഈ ദിവസം വളരെ മനോഹരമായിരിക്കും. ഞാൻ എന്ത് ആഗ്രഹിച്ചാലും എനിക്ക് നേടിയെടുക്കാൻ കഴിയും. എനിക്ക് ഈ ദിവസം നല്ലത് മാത്രമേ വരുള്ളൂ. അതെനിക്ക് ഉറപ്പാണ്. പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ കൊടുക്കുക. എനിക്ക് നല്ലതേ വരൂ എന്ന് പറയാൻ നല്ലതേ വരൂ, 100% ഉറപ്പാണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോടെ വന്നിട്ടുണ്ടെങ്കിൽ നീ നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞതിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് നല്ലതേ വരൂ, എനിക്ക് ഇന്ന് നന്മ മാത്രമേ വരൂ, എന്റെ ജീവിതത്തിൽ ഇന്ന് സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ, ഞാൻ ഇന്ന് ആ കാര്യത്തിന് പോകും, അത് നടക്കും, എനിക്കത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനൊരു അത് നടക്കും. സന്തോഷം, ഹാപ്പിനെസ് നൈറ്റ് വരെ ഉറപ്പാണ്. എന്റെ ജീവിതത്തിൽ സന്തോഷമേ ഉണ്ടാകൂ. എന്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും. എന്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇന്ന് നമ്മൾ വേണമെങ്കിൽ എഴുതി തയ്യാറാക്കി വെക്കാം. വെറുതെ എഴുതുക, ഒരു ബുക്ക് എടുത്ത് വെച്ചേക്ക് അതിന് വേണ്ടി, ഡെയിലി എഴുതാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. എന്റെ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കും, ഞാൻ ഇന്ന കാര്യത്തിന് പോകുന്നു, അതെനിക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയും. എന്റെ ഒരു പെൻഷന്റെ കാര്യത്തിന് വേണ്ടി പോകേണ്ടതുണ്ട്, അതെനിക്ക് എളുപ്പത്തിൽ ഒരു റിസ്ക്കും ഇല്ലാതെ എളുപ്പത്തിൽ എനിക്ക് നേടിയെടുക്കാൻ കഴിയും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോവാണ്, അത് നേടിയെടുക്കാൻ കഴിയും. എന്റെ ദിവസം മനോഹരമായിരിക്കുമെന്ന് മുൻകൂട്ടി നമ്മൾ എഴുതി തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലപോലെ തന്നെ നടക്കും. അത് ഹാപ്പിനെസ് ആയിട്ട് നടക്കുക തന്നെ ചെയ്യും. അതല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് തന്നെ നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്. ഇത്രയും നാളും മോശമാണ്, നശിച്ച ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഇതെന്താ സന്തോഷമാണ്, എന്റെ ജീവിതം ഹാപ്പിനെസ് ആണെന്നൊക്കെ പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആ ടെസ്റ്റിന് നിന്ന് കൊടുക്കണ്ട. അങ്ങനെ ടെസ്റ്റിങ് വരുവാണെങ്കിൽ വേണ്ട, ഞാൻ ഹാപ്പിയാണ്, ജസ്റ്റ് കണ്ണാടിയിലോ ഫോണിലോ ഒക്കെ നോക്കിയിട്ട് ഞാൻ ഹാപ്പിയാണ്, എനിക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ, എനിക്ക് നന്മയേ ഉണ്ടാവുള്ളൂ, എന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടായാലും അത് നന്മയിലേക്കുള്ള പാത മാത്രമാണെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ആ ദിവസം തുടങ്ങും. അപ്പൊ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നൈറ്റ് കിടക്കുമ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി പോവുക. രാവിലെ എണീക്കുമ്പോൾ അതേപോലെ നന്ദിയോടുകൂടി എണീക്കുക. 3-മത്തെ കാര്യം, ഈ ദിവസം തുടങ്ങാൻ പോകുന്നു, ഈ ദിവസം വളരെ മനോഹരമായിരിക്കും. പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ്, പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, പോസിറ്റീവായിട്ടുള്ള കമാൻഡ്സ് നമ്മുടെ സെൽഫിലേക്ക് തന്നെ നമ്മൾ കൊടുത്തിട്ട് വേണം നമ്മളുടെ ഈ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ ആ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മറന്നു പോകാൻ പാടില്ല. നൈറ്റ് കിടക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് കിടക്കുക, നന്ദി പറഞ്ഞിട്ട് കിടക്കുക. രാവിലെ എണീക്കുന്ന സമയവും അതുപോലെ തന്നെ നന്ദി പറഞ്ഞിട്ട് എഴുന്നേൽക്കുക. ഇന്നത്തെ ദിവസം മനോഹരമായിരിക്കും, ഹാപ്പി ആയിരിക്കും, എനിക്ക് സന്തോഷപൂർവ്വം ഇന്നത്തെ ദിവസം എനിക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 100 days എങ്കിലും നമ്മൾ ഈ കാര്യം പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ, എത്ര വിഷമത്തിലാണെങ്കിലും നമ്മൾക്കത് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വിഷമം നമ്മളുടെ മനസ്സിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും മാറി നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ ഡൗട്ട് പറയണോ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. യുവർ ടൈം. ആർക്കും ഒന്നും ചോദിക്കാനില്ല. എല്ലാം മനസ്സിലായിട്ടാണോ അതോ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ടാണോ? റംല മാം അൺമ്യൂട്ട് ചെയ്തോളൂ. മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട് മാത്രമല്ല, പ്രാക്ടീസ് ചെയ്യുക വേണം. കേൾക്കുന്ന കാര്യങ്ങൾ ഓരോ ആഴ്ചയിലും തരുന്നത് ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷേ നമ്മളത് ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കണം. നമ്മുടെ ലൈഫിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ നന്ദി പറയാൻ തുടങ്ങിയാൽ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. എന്നിട്ടൊരു 1 month ഒക്കെ കഴിയുമ്പോഴത്തെ ഒരു 21 days ഒക്കെ കഴിയുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് ഉണ്ടാവും, അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. മാം സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കുന്ന ഒരാളാണ്, അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും മാം ലൈഫിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകും. അതിന്റെ റിസൾട്ട് ഒക്കെ വന്ന് പറഞ്ഞോളാം.
ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു, നമ്മളൊരു സെൽഫ് ലവ് ചലഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, എന്താണ് സെൽഫ് ലവ്, സെൽഫിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ. കാരണം ഒരുപാട് ആളുകൾ, ഇപ്പൊ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് പേര് സൂയിസൈഡ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഠിക്കാൻ കഴിയുന്നില്ല, ലൈഫിൽ സക്സസ് ഇല്ല, ഒന്നും നേടാൻ കഴിയുന്നില്ല, ബിസിനസ് ചെയ്താൽ എല്ലാം ഫെയിൽ ആയി പോവാണ്, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ ജീവിതം മടുത്തു എന്ന് പറഞ്ഞിരിക്കുന്ന ആളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ലവ് ചലഞ്ച്. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും സെൽഫിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മളുടെ ബെറ്റർ വേർഷൻ ആക്കി എടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ശരിക്കും നമുക്ക് ഇപ്പം ഈ ചെറിയൊരു എമൗണ്ടിന് ചെയ്യുന്നത് കൂടുതൽ ആളുകൾക്ക് ബെനിഫിറ്റ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. പിന്നെ ലാസ്റ്റ് നിമിഷം വന്ന് കിട്ടിയില്ല എന്ന് മാത്രം എന്നോട് പറയരുത്. അപ്പൊ അതുകൊണ്ട് നീഡഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ ഒരു സംഭവം ഷെയർ ചെയ്യുകയും ചെയ്തോളുക. കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും, നമ്മുടെ മക്കളാണെങ്കിലും അയൽവക്കത്തുള്ള നമ്മുടെ നൈബേഴ്സ് ആണെങ്കിലും അതുപോലെ നമ്മുടെ റിലേഷനിലുള്ള ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് അത് ആവശ്യമുള്ളതുണ്ട്. അപ്പൊ അവരിലേക്ക് മാക്സിമം അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു ഹെൽപ്പാണത്. ആ ഒരു ഹെൽപ്പായിട്ട് കണ്ടിട്ട് നിങ്ങൾ അവരെ ഇതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യുക. അവരുടെ ലൈഫിലും നന്മകൾ ഉണ്ടാകട്ടെ, അവരും ഉയർച്ചയിലേക്ക് എത്തട്ടെ, അവരും ഒരുപാട് 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 ഉയരങ്ങൾ കീഴടക്കട്ടെ എല്ലാവരും എന്ന് ആശംസിച്ചുകൊള്ളുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ.